5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ വലിയൊരു ചർച്ച നടന്നു ഇന്ത്യയിൽ. മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ ഇന്ത്യയും പാകിസ്ഥാൻ മുസ്ലിങ്ങൾക്ക് ഒരു രാജ്യം വേണം, അതിന് പാകിസ്ഥാൻ എന്ന പേരിടാം, അപ്പോൾ ഇന്ത്യക്ക് ഹിന്ദുസ്ഥാൻ എന്ന പേരിടാം, പിന്നെ ഭാരതം എന്ന പേര്, അങ്ങനെ പല പേരുകളും ആലോചിച്ചു. ആ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണല്ലോ ഈ സമരത്തിൻ്റെ പരിപാടികൾ, ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആ സമയത്ത് ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂവൻസി അസംബ്ലിയിലുള്ള അംഗങ്ങളും അതുപോലെ തന്നെ വിവിധ AICC സമ്മേളനങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുമായിരുന്നു. ബ്രിട്ടീഷുകാരും ഇത്തരം നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിരുന്നു. അപ്പോൾ 3 നിർദ്ദേശമാണ് വന്നത്. മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ വന്ന നിർദ്ദേശം, പാകിസ്ഥാന് ഒരു പ്രത്യേക രാജ്യം വേണം, മുസ്ലിങ്ങൾക്ക് ഡോമിനേഷനുമുള്ള ഒരു രാജ്യം വേണം, അവിടെ ഹിന്ദുക്കൾ താമസിച്ചോട്ടെ, പക്ഷേ മുസ്ലിങ്ങൾക്ക് ഒരു ഡോമിനേഷൻ വേണം, ഒരു നിർദ്ദേശം. രണ്ടാമത് വന്നൊരു നിർദ്ദേശം വേറൊരു കുറച്ച് കൂട്ടർ പറഞ്ഞത്, ഇന്ത്യയായി തന്നെ നിലനിർത്തണം, അത് പങ്കുവെക്കാനൊന്നും പറ്റത്തില്ല, പാകിസ്ഥാനൊന്നും വേണ്ട, ഒറ്റ ഇന്ത്യ മതി. നെഹ്റുവും മറ്റുള്ള പല ടീമുകളും അങ്ങനത്തെ അഭിപ്രായക്കാരായിരുന്നു. ഗാന്ധിജി ഒരു പരിധിവരെ വിഭജനത്തിനൊക്കെ അനുകൂലമായിരുന്നു, എന്നാലും ഇന്ത്യയായി നിൽക്കുന്നെങ്കിൽ നല്ലതെന്ന് പറഞ്ഞതാണ്. പക്ഷേ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നിർദ്ദേശം വെച്ചു, മലയാള നാടിനെക്കുറിച്ചും വിശാല ആന്ധ്ര എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ നിർദ്ദേശം വെച്ചു. 16 റിപ്പബ്ലിക്കുകൾ, സോവർണിറ്റിയുള്ള, പരമാധികാരമുള്ള, അപ്പോൾ ഒരു ഭരണഘടന ഇല്ല. നിങ്ങൾ ആലോചിക്കുക, ഒരു ഒന്നിച്ചൊരു ഭരണഘടന എഴുതപ്പെടുന്നൊരു ഭരണഘടന കാണത്തില്ല. സ്വതന്ത്ര പരമാധികാരമുള്ള സോവറിൻ കൺട്രീസ് ആയിട്ടുള്ള 16 രാജ്യങ്ങൾ, അതിൻ്റെ ഫെഡറേഷനാകുന്ന ഒരു സെൻട്രൽ കമ്മിറ്റി, ഒരു സെൻട്രൽ സംവിധാനം, അമേരിക്കയിലൊക്കെ ഉള്ളതുപോലെ. അപ്പോൾ കൗണ്ടികൾ എന്ന് പറയുന്ന പോലെ, ഫെഡറേഷൻ എന്ന് പറയുന്ന പോലെ, ഓരോ ഫെഡറേഷൻ, ഇപ്പോൾ കേരളം ഒരു ഫെഡറേഷനാണ്, വിശാല ആന്ധ്ര ഒരു ഫെഡറേഷനാണ്, കർണാടക വേറൊരു ഫെഡറേഷനാണ്, തമിഴ്നാട് മറ്റൊരു ഫെഡറേഷനാണ്. അങ്ങനെ വ്യത്യസ്ത ഫെഡറേഷനുകളായി മാറി നമുക്ക് നിൽക്കാം. 16ഓളം ഫെഡറേഷനുകളായി ഇന്ത്യ വിഭജിക്കുക, അല്ല അങ്ങനെയാണ് വേണ്ടത്, ഒരു രാജ്യം എന്നുള്ള രീതി വേണ്ട. അപ്പോൾ സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നമുക്ക് നൽകാമെന്ന് ബ്രിട്ടീഷുകാർ സമ്മതിച്ച് പിൻവാങ്ങാമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഈ ചർച്ച രാജ്യത്തുണ്ടായിരുന്നു. രാജ്യത്തെ 3 കോണുകളിലാണ് കാണാൻ ശ്രമിച്ചത്. ഇന്ത്യയായി നിലനിർത്തുന്ന ഒരു കോൺ, ഒരു വിഭാഗം, പാകിസ്ഥാൻ വേണമെന്ന് മറ്റൊരു വിഭാഗം, 16ഓളം ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സോവർണിറ്റികൾ, പരമാധികാര രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ഫെഡറേഷനുകൾ വേണം എന്നുള്ള 3ാമത്തെ വിഭാഗം. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശം ഈ ഫെഡറേഷനുകൾ വേണം എന്നുള്ളതായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ അത് സമ്മതിച്ചില്ല. അവർ 2 രാജ്യമായിക്കോട്ടെ, കാരണം യവന്മാർ തമ്മിലടിക്കാൻ അങ്ങനെ ഒരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളെ രക്ഷിക്കുക എന്നുള്ളതൊന്നും ആയിരുന്നില്ല. യവന്മാർ മതത്തിൻ്റെ പേരിൽ തമ്മിലടിക്കുകയാണെങ്കിൽ തമ്മിലടിച്ചോട്ടെ എന്നുള്ള ഒരു ദുഷ്ടചിന്തയും കൂടി ഉണ്ടായിരുന്നിരിക്കാം. എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ എന്ന 2ആയിട്ടാണ് മാറ്റിയത്. അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞ നിർദ്ദേശമാണെന്ന് ബ്രിട്ടീഷുകാർ ഉൾക്കൊണ്ടിരുന്നിരുന്നെങ്കിൽ 16 സ്വതന്ത്ര പരമാധികാര ഫെഡറേഷനുകളുടെ ഒരു രാജ്യമായി ഇന്ത്യ മാറുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഭരണഘടനയ്ക്കൊന്നും ഒരു പ്രസക്തിയുമില്ല, ഇന്ന് ഈ പറയുന്ന രീതിയിലുള്ള കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുമില്ല, ഫെഡറൽ സിസ്റ്റവുമില്ല.